എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PSC പ്രൊഫൈലിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നത്, കറക്ഷൻ വരുത്തുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണിത്. PSC വൺ ടൈം രജിസ്ട്രേഷൻ, പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയവ സംബന്ധിച്ച വീഡിയോകളൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനാദ്യമായി ചെയ്യേണ്ടുന്നത് പ്രൊഫൈലിൽ OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് മൈ പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്കവിടെ ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം. അതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് പ്രൊഫൈൽ കറക്ഷൻ ഹിസ്റ്ററിയുമുണ്ട്. കറക്ഷൻ ഹിസ്റ്ററിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത വിവരങ്ങളുടെ ഡീറ്റെയിൽസാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ കറക്ഷൻ എന്നുള്ള ടാബാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ പ്രൊഫൈൽ ലോക്കായി പോയവർക്ക് OTP കൊടുത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ലോഗിൻ ചെയ്തപ്പോൾ ഉപയോഗിച്ചതുപോലെ OTP കൊടുത്താണ് ചെയ്യേണ്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ OTP ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ഇവിടെ താഴെ കാണുന്ന കോംബോ ബോക്സിൽ 5 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്, കറക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ് ഡീറ്റെയിൽസാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ കാണിക്കുകയും ഇവിടെ സ്പീക്ക്, റീഡ്, റൈറ്റ് തുടങ്ങിയൊക്കെ നേരത്തെ കൊടുത്തത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹിന്ദി സ്പീക്ക് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. തൊട്ട് താഴെ കാണുന്ന എഡിറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടി ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഹിന്ദിക്ക് നേർക്ക് നമുക്കവിടെ സ്പീക്കിന് നേർക്കുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെയുള്ള സേവ് കറക്ഷൻസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ലാംഗ്വേജ് കറക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നെഴുതി കാണിക്കുന്നതും കാണാം. ഇനി നമുക്ക് മുകളിൽ കാണുന്ന ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് താഴെ ലാംഗ്വേജസ് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്കത് പരിശോധിച്ച് നോക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് എല്ലാം ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ് ഡീറ്റെയിൽസും എടുത്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഒന്നും വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. നമുക്ക് മുകളിൽ കാണുന്ന ആഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുത്ത് നോക്കേണ്ടുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. അവിടെ നമുക്ക് SSLC ഉപയോഗിച്ചും +2 ഉപയോഗിച്ചും ഒക്കെ ഡിഗ്രിക്കും ഒക്കെ എത്ര ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെന്ന് അവിടെ കാണിക്കും. അതിനോട് ചേർന്ന് ഒരു പെൻസിൽ മാർക്കിൻ്റെ സിമ്പലുണ്ട്. ആ സിമ്പലിൽ പ്രസ് ചെയ്ത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSC നമ്പേഴ്സ് ഹോം പേജിലുണ്ട്. ജില്ലാ ഓഫീസിൻ്റെയും ട്രിവാൻഡ്രത്തെ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച് സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ചെയ്യാവൂ. പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവർ. ഇവിടെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഇനി മുതൽ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളിലായിരിക്കും അത് പരിഗണിക്കുക, വാലിഡിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെയൊക്കെ OTV സർട്ടിഫിക്കറ്റ്, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിനോടകം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളവർ ശ്രദ്ധാപൂർവമാണ് ഇതൊക്കെ ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരുത്തുന്ന കറക്ഷൻസ് പിന്നീട് നമ്മൾ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്ന സന്ദർഭങ്ങളിലാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നതും. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൻ്റെ ടാബും ഇതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് കമ്മ്യൂണിറ്റി ആൻഡ് അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ടാബാണ്. ആ ഒരു ടാബിൽ എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ലിങ്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഏറ്റവും താഴെയായിട്ട് പെർമനൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസുമുണ്ട്. ഈ 3 കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പെർമനൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, നേറ്റീവ് പ്ലേസ് തുടങ്ങിയവയൊക്കെ വരുന്നതാണ്. ഇതൊന്നും നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിന് നമ്മൾ ജില്ലാ PSC ഓഫീസിൽ നേരിട്ട് ആവശ്യമായ രേഖകളുമായി പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഏറ്റവും ഒടുവിലായി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ നമുക്ക് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, സബ് കാസ്റ്റ്, ഫാദർ, മദർ, ഗാർഡിയൻ നെയിം, സ്പൗസ് നെയിമും തുടങ്ങിയവയൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നാഷണാലിറ്റിയും പെർമനൻ്റ് അഡ്രസ്സും ഒന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഓൺലൈനായിട്ട്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PSC ഓഫീസിൽ പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ മുകളിലായിട്ട് എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നിലവിലുള്ള ഡേറ്റകളാണ് താഴേക്ക് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. വലത് സൈഡിലായിട്ട് നമുക്ക് ന്യൂ ഡേറ്റ എന്ന് കാണാം. അതിന് താഴേക്കുള്ള വിവരങ്ങളാണ് നമുക്ക് കറക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ കാസ്റ്റും സബ് കാസ്റ്റുമാണ് കറക്റ്റ് ചെയ്യുന്നത്. നേരത്തെ ജനറൽ EWS ആയിരുന്നു. അത് ഞാൻ ഇപ്പോൾ OBCയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
അതിനായിട്ട് രജിസ്ട്രേഷൻ ടൈമിൽ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കാസ്റ്റ് വരുന്ന ഏതൊക്കെ അക്ഷരങ്ങൾക്കിടയിലുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള അക്ഷരമാല തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളുടെ ആ കാസ്റ്റ് അവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ടൈമിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് അവിടെ ഒരു അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരുന്നതാണ്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ആ അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതുകൊണ്ട് അതിനുശേഷം അത് ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം 200 KB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് സൈനൊക്കെ ഇട്ട് JPG ഫോർമാറ്റിലുള്ള 200 KB താഴെയുള്ള ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കൊടുത്ത ചേഞ്ചസ് ഇനി തുടർന്ന് നമ്മൾ അപേക്ഷിക്കുന്ന പരീക്ഷകൾക്ക് അല്ലെങ്കിൽ പോസ്റ്റുകൾക്കാണ് ബാധകമായിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിന് ഇപ്പോൾ കാസ്റ്റ് സംബന്ധമായ OBCയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഓർഡർ സർക്കാർ തലത്തിൽ ഇറങ്ങിയിരിക്കും. ആ ഓർഡർ നിലവിൽ വന്ന അന്ന് തൊട്ടാണ് ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. നിലവിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഇനി പരീക്ഷ എഴുതിയതിൻ്റെ ഫലമായിട്ട് നേരത്തെ പരീക്ഷ എഴുതിയതിൻ്റെ ഫലമായിട്ട് ഇനി ഉൾപ്പെടാൻ സാധ്യതയുള്ളവരും ഒക്കെ OTP സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തവരും ഒക്കെ PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തുവാൻ ശ്രമിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അഫിഡവിറ്റ് ഫില്ല് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അഫിഡവിറ്റ് ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം മറ്റ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താം. സ്പൗസിൻ്റെ പേരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് വേണ്ടുന്നവർക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാം ശരിയായി കൊടുത്തെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം താഴെ കാണുന്ന സേവ് കറക്ഷൻസിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ആർ യു ഷുവർ ടു അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ കറക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള പേജ് വരികയും ചെയ്യും. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഹോം പേജിൽ വന്ന് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത വിവരം അവിടെ കറക്റ്റായിട്ട് ചേഞ്ചായി വന്നിട്ടുള്ളതും കാണാം. ഇത് പിന്നീട് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയോ മറ്റോ ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവസരം വരുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷന് പോകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കൊടുത്ത മാറ്റങ്ങൾ കൂടി വെരിഫൈ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. പെർമനൻ്റ് അഡ്രസ്സ് മാറ്റാൻ കഴിയില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഹോം പേജിൽ മൈ പ്രൊഫൈൽ എടുത്തതിന് ശേഷം അവിടെ നമുക്ക് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് കാണുന്ന ലിങ്കുകളിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന പേജിൽ മുകളിലായിട്ട് വലതു സൈഡിൽ പെൻസിൽ മാർക്കുണ്ട്. ആ പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് താഴെ സേവ് കൊടുത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഇതുപോലെ മാറ്റാൻ സാധിക്കും. നമുക്ക് ഫോട്ടോയുടെ താഴെയായി കാണുന്ന ലിങ്കുകളിൽ മൊബൈൽ ആൻഡ് ഇമെയിൽ ID എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും അതിനോട് ചേർന്നൊരു പെൻസിൽ മാർക്കുണ്ട്. അവിടെ പ്രസ് ചെയ്ത് പുതിയ നമ്പർ കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത ശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈയിൽ പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ കൊടുത്ത പുതിയ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാം. ഇതേ രീതിയിൽ ഇതേ പ്രോസസ്സ് ഉപയോഗിച്ച് തന്നെ താഴെ കാണുന്ന ഇമെയിൽ IDയും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി പുതിയതായിട്ടൊരു വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ നേടുകയാണെങ്കിൽ ആഡ് പ്രൊഫൈൽ ഉപയോഗിച്ച് പുതിയ വിദ്യാഭ്യാസ യോഗ്യത ആഡ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.